ഇന്നത്തെ മത്സര ദിനത്തിലെ രണ്ടാമത്തെ പോരാട്ടത്തിലേക്കാണ്. നോർവേ ഇറാഖ് പോരാട്ടം പുലർച്ചെ 3:30 ബോസ്റ്റണിലാണ് ഈ മത്സരം. 28 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നോർവേ ലോകകപ്പിന് യോഗ്യത നേടുന്നത്. അവരുടെ എതിരാളികളാവട്ടെ ഇറാഖ് ആവട്ടെ 40 വർഷത്തിന് ശേഷമാണ് ലോകകപ്പ് കളിക്കാൻ എത്തുന്നത്. ഏർലിംഗ് ഹാലൻഡും മാർട്ടിൻ ഒഡേഗാർഡും അലക്സാണ്ടർ സോർലോത്തും ഒക്കെ ഉൾപ്പെടുന്ന നോർവേ അതിഗംഭീര ടീമാണ്. യോഗ്യതാ റൗണ്ടിൽ 37 ഗോളാണ് അവർ അടിച്ചുകൂട്ടിയത്. അത്തരം ഒരു വമ്പൻ പ്രകടനം ഇന്നും ആവർത്തിച്ചാൽ ഒരുപക്ഷെ ഇറാഖ് വല്ലാത്ത രീതിയിൽ പാടുപെടേണ്ടി വരും. ഇറാഖിന്റെ പ്രത്യേകത, അവർ ഇതിനു മുമ്പ് ലോകകപ്പ് നേടിയത് 1986-ലാണ്. അന്നും മെക്സിക്കോയായിരുന്നു ആതിഥേയരായിട്ടുണ്ടായിരുന്ന. മെക്സിക്കോ സഹ ആതിഥേയരാകുന്ന മറ്റൊരു ടൂർണമെന്റിന് കൂടി ഇറാഖ് യോഗ്യത നേടുന്നു എന്ന വല്ലാത്തൊരു കൗതുകമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലോകകപ്പിൽ ഏറ്റവും അവസാനമായി യോഗ്യത നേടിയ ടീമും ഇറാഖാണ്. അപ്പോൾ എന്തായാലും ഇറാഖിന് നോർവേയുടെ ആ ഗോളടിക്കൂട്ടത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കുമോ? ഇപ്പോൾ മറ്റൊരു റെക്കോർഡുണ്ട്. ഏഷ്യൻ രാജ്യങ്ങളൊന്നും തന്നെ ഇതുവരെ തോറ്റിട്ടില്ല. ആ റെക്കോർഡ് കാത്തു സൂക്ഷിക്കാൻ ഇറാഖിനാകുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട്. അതേസമയം നമ്മൾ ഇന്നലെ രാത്രിയൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയിലേക്കാണ്. ടുണീഷ്യയുടെ പുതിയ കോച്ച് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പഴയ കോച്ചിനെ പുറത്താക്കിയതാണ്. അതിനുശേഷം പുതിയ കോച്ചായി വരുന്നത് ആരാധകർക്കൊക്കെ തന്നെ പരിചയമുള്ള ഒരാളാണ്. കഴിഞ്ഞ തവണത്തെ സൗദി കോച്ചായിട്ടുള്ള റയാഡ് ആണ് ഇത്തവണ പരിശീലിപ്പിക്കാൻ എത്തുന്നത്. എന്തായാലും അദ്ദേഹത്തിന് കീഴിൽ ആ ടീമിൻ്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ്. ഹാർവി റെനാർഡാണ് പുതിയ കോച്ച്. ഈ ദൃശ്യങ്ങൾ കാണുന്നതാണ്, ഈ പിക്ചറിൽ കാണുന്നതാണ് ഹാർവി റെനാർഡ്. കഴിഞ്ഞ തവണ അർജന്റീനയെ അട്ടിമറിച്ച, അവരുടെ ഉദ്ഘാടന മത്സരത്തിൽ അട്ടിമറിച്ച സൗദിയെ പരിശീലിപ്പിച്ചത് ഹാർവി റെനാർഡാണ്. അദ്ദേഹത്തിലൂടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ടുണീഷ്യയ്ക്ക് ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടറിയണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.